വ്യാജ പ്രചരണം നടത്തി നിർവൃതി അടയുന്ന സൈബർ പോരാളികളായ കോൺഗ്രസുകാരെ പോലെ ജനപ്രതിനിധിയായ കൽപ്പറ്റ MLA തരം താഴുന്നത് അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്. ഡിസംബർ 28-നും ജനുവരി 10-നും തറക്കല്ലിട്ട് തളർന്നു കിടക്കുന്ന കൽപ്പറ്റ MLA തളർച്ച മാറ്റാൻ വേണ്ടി ഇപ്പോ എഡിറ്റ് ചെയ്ത വീഡിയോയുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ ഒരു നേതാവാണ് അദ്ദേഹം. ഇപ്പോ അദ്ദേഹത്തിന് ആവശ്യമുള്ള ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന നിലയിലേക്ക് അത്രയേറെ വേവലാതി ഉള്ള ആളായി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും നടത്തിയിട്ടുള്ള ദുരന്തബാധിതരുടെ പേര് നടത്തിയിട്ടുള്ള തട്ടിപ്പ്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അത് ജനങ്ങളാകെ ചർച്ച ചെയ്യപ്പെടുകയും വലിയ പ്രതിഷേധം ജനങ്ങളിൽ നിന്നും വരികയും ചെയ്തപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഡേറ്റ് മാറ്റി പറഞ്ഞു. എല്ലാ ഡേറ്റുകളും കഴിഞ്ഞിട്ടും തറക്കല്ലിടാൻ പോയിട്ട് സ്ഥലം വാങ്ങാൻ പോലും കഴിയാത്ത നില വന്നപ്പോ ഇപ്പോ വ്യാജ വീഡിയോ സൃഷ്ടിച്ച് അതിന്റെ തളർച്ച മാറ്റാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ്. ഇത് അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾക്ക് ചേർന്നതാണ്, ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ പരാജയ ഭീതി മൂലമായിരിക്കാം അദ്ദേഹം ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളെ കടക്കുന്നില്ല. അദ്ദേഹം നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ എഡിറ്റ് ചെയ്തതാണ് എന്ന് തെളിയിക്കുന്ന നിലയിലുള്ള മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. പണം നൽകാൻ പാടില്ല എന്ന ക്യാമ്പയിൻ എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. UDF ശമ്പളം നൽകുന്നു സർക്കാർ ജീവനക്കാർ, അത് കൊടുക്കരുത് എന്ന് ക്യാമ്പയിൻ നടത്തിയവരാണ് NGO അസോസിയേഷൻ ഉൾപ്പെടെയുള്ള UDF അനുകൂല സംഘടനകൾ. ഈ സ്ഥലം MLA സ്ഥലത്തെ MP പ്രിയങ്ക ഗാന്ധി നിയമപരമായി തന്നെ രാജ്യത്തെ MP-മാർക്ക് തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ MP ഫണ്ടിൽ നിന്നും പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. ഈ പുനരധിവാസ പ്രവർത്തനത്തിന് കൊടുക്കാൻ കഴിയും. സ്ഥലം MP 1 രൂപ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ കോൺഗ്രസിന്റെ? CMDRFിലേക്ക് പണം. ഇതാണ് വീഡിയോ. ഞാൻ കൈരളി ചാനലിൽ ഒരു ചർച്ചയിൽ പറഞ്ഞ ഒരു വീഡിയോയാണ്. കൈരളി ചാനൽ ഞാൻ പറയുമ്പോ ഒരു സ്ലിപ്പ് വന്നു. സ്വാഭാവികമായിട്ടും മനുഷ്യർക്കെല്ലാം സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പോലെ ആദ്യം ഞാൻ പറഞ്ഞപ്പോ സ്ഥലം MP എന്ന് പറയുന്നതിന് പകരം സ്ഥലം MLA എന്നായിപ്പോയി. അപ്പൊ തന്നെ ഞാൻ സ്ഥലം MLA അല്ല സ്ഥലം MP എന്ന് പറഞ്ഞ് MP-യുമായി ബന്ധപ്പെട്ടുള്ള രാജ്യത്താകെ തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ MP-മാർക്കെല്ലാം പണം കൊടുക്കാൻ കഴിയും. സ്ഥലം MP പണം നൽകിയിട്ടില്ല, കോൺഗ്രസിന്റെ MP പണം നൽകിയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ സ്ഥലം MLA എന്ന് ഞാൻ പറഞ്ഞ എന്റെ സ്ലിപ്പിന്റെ ഭാഗമായി വന്ന സ്ഥലം MLA എന്ന് ഞാൻ പറഞ്ഞ ആ ഭാഗത്ത് കട്ട് ചെയ്തു. അല്ല സ്ഥലം MP എന്ന് ഞാൻ പറഞ്ഞതും തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യത്തെ MP-മാർ കൊടുക്കാം എന്ന് പറഞ്ഞതും എല്ലാം കട്ട് ചെയ്തു. എന്നിട്ട് അവസാനം ഞാൻ പറയുന്നത് സ്ഥലം MP ഒരു പൈസയെങ്കിലും കൊടുക്കാൻ തയ്യാറായോ കോൺഗ്രസിന്റെ എന്നാണ്. അവിടെയും സ്ഥലം MP എന്നത് മാറ്റി. ആദ്യത്തെ ആ സ്ഥലം MLA എന്നതിൽ കട്ട് ചെയ്തതിന്റെ അവസാനം 1 രൂപയെങ്കിലും കൊടുക്കാൻ തയ്യാറായമോ എന്നതും കൂടെയുള്ളത് കൂട്ടിച്ചേർത്തു. നിങ്ങൾ നോക്ക്, ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിക്ക് ചേർന്ന കാര്യമാണോ? വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കാൻ, അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയും? ഇന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോയിൽ എന്തൊക്കെ പ്രചരിപ്പിക്കാൻ കഴിയും? അങ്ങനെ ഒരു രീതി CPIM സ്വീകരിക്കാറില്ല, ഇടതുപക്ഷ പാർട്ടികൾ സ്വീകരിക്കാറില്ല. അങ്ങനെ സ്വീകരിക്കുന്നതാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ അറിയാത്തവരുന്നല്ലോ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാൻ പറ്റും. പക്ഷേ അതൊക്കെ ഒരു ശരിയായ രീതിയാണോ? എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഈ കാര്യങ്ങളിൽ വല്ലാത്ത രൂപത്തിൽ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകുന്നത്? ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത്രയും ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം നടത്തിയ വഞ്ചനയായിരുന്നു എന്നത് തെളിവായി വന്നു. അദ്ദേഹമാണ് ഡിസംബർ 10-ാം തീയതി തെരഞ്ഞെടുപ്പ് മുമ്പിൽ ഇത് തറക്കല്ലിടും 28-ാം തീയതി എന്ന് പ്രഖ്യാപിച്ചത്. നടന്നില്ലല്ലോ. 28-ാം തീയതി ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ജനുവരി 10-ന് തറക്കല്ലിടും, എല്ലാം പൂർത്തീകരിച്ച് തറക്കല്ലിടും അദ്ദേഹം പറഞ്ഞതാണ്. തറക്കല്ലിട്ടോ? ഇല്ല.